കർപ്പൂരത്തിന്റെയും കുന്തിരിക്കത്തിന്റെയും ഗന്ധം പേറിയിരുന്ന പുണ്യഭൂമിയിൽ മറമാടപ്പെട്ട രക്തത്തിന്റെ രൂക്ഷഗന്ധം അന്തരീക്ഷത്തിൽ പരന്നത് വളരെ വേഗത്തിലാണ്. ഭക്തജനങ്ങളുടെ പുണ്യഭൂമിയായിരുന്ന സ്ഥലം പെട്ടെന്ന് തന്നെ കൊടും ക്രൂരതയുടെ ശവകുടീരമായി അറിയപ്പെട്ടത് പെട്ടെന്നായിരുന്നു. ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലത്ത് എന്താണ് സംഭവിച്ചത്? വർഷങ്ങളായി മണ്ണിനടിയിലകപ്പെട്ട ജീവിതങ്ങൾ ആരുടെയൊക്കെയാണ്? ചോദ്യങ്ങളും ക്രൂരതകളുടെ കെട്ടുകളും ഉറങ്ങുന്ന മണ്ണാണ് ഇന്ന് ധർമ്മസ്ഥല. ധർമ്മസ്ഥലയിൽ നടന്ന കൂട്ട ബലാത്സംഗവും ശവസംസ്കാരവുമാണ് രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു. കാട്ടുതീ പോലെയായിരുന്നു ആ തൊഴിലാളിയുടെ തുറന്നു പറച്ചിൽ. 2 പതിറ്റാണ്ടുകളിലേറെ ലൈംഗികാതിക്രമത്തിന്റെ ഇരയാക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിക്കപ്പെട്ടു എന്നായിരുന്നു ആ തൊഴിലാളി വിളിച്ചു പറഞ്ഞത്. സ്കൂൾ വിദ്യാർത്ഥിനികൾ മുതൽ പ്രായമായവർ വരെ ബലാത്സംഗം ചെയ്യപ്പെട്ടു. ബലാത്സംഗത്തിനു ശേഷം കഴുത്ത് ഞെരിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തിയതിനു ശേഷം ധർമ്മസ്ഥലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഡീസൽ ഉപയോഗിച്ച് കത്തിക്കുകയും നദിയുടെ തീരത്ത് കുഴിച്ചിടുകയും ചെയ്തു എന്നായിരുന്നു അയാളുടെ വെളിപ്പെടുത്തൽ. 1998-നും 2014-നും ഇടയിലായിരുന്നു ഈ സംഭവങ്ങളൊക്കെ. ദളിത് കുടുംബത്തിൽ ജനിച്ച ഞാൻ 1995 മുതൽ 2014 ഡിസംബർ വരെ ധർമ്മസ്ഥലയിലെ ക്ഷേത്രത്തിന് കീഴിൽ ഒരു ശുചീകരണ തൊഴിലാളി ജോലി ചെയ്തിരുന്നു. അതിനു മുൻപും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഈ ജോലി ചെയ്തിരുന്നു. ശുചീകരണ ജോലിയുടെ തുടക്കത്തിൽ താൻ നിരവധി മൃതദേഹങ്ങൾ കണ്ടു. അവ ആത്മഹത്യ ചെയ്തതോ ആകസ്മികമായി മുങ്ങി മരിച്ചതോ ആണെന്നാണ് കരുതിയത്. മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതായിരുന്നു. മിക്കവയും വസ്ത്രങ്ങളില്ലാത്തവ. ചില മൃതദേഹങ്ങളിൽ ലൈംഗികാതിക്രമത്തിന്റെയും കഴുത്ത് ഞെരിച്ചതിന്റെയും മറ്റു മുറിവുകളുടെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. 1998-ൽ എൻ്റെ സൂപ്പർവൈസർ മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ എന്നോട് നിർദ്ദേശിച്ചു. ഞാൻ വിസമ്മതിക്കുകയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയും ചെയ്തപ്പോൾ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്നയാൾ പരാതിയിൽ പറഞ്ഞത്. മൃതദേഹങ്ങളിൽ പലതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതായിരുന്നു. അതിൽ ഒരു സംഭവം എന്നെ വല്ലാതെ വേട്ടയാടി. 2010-ൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിന് 500 മീറ്റർ അകലെ 12-നും 15-നും ഇടയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവൾ സ്കൂൾ യൂണിഫോം ധരിച്ചിരുന്നു. അവളുടെ പാവാടയും അടിവസ്ത്രവും കാണാനില്ല. ലൈംഗികാതിക്രമത്തിന്റെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെയും പാടുകൾ ഉണ്ടായിരുന്നു. ഒരു കുഴി കുഴിച്ച് സ്കൂൾ ബാഗിനൊപ്പം കുഴിച്ചിടാൻ എന്നോട് ആവശ്യപ്പെട്ടു. മറ്റൊരു കേസിൽ 20 വയസ്സുള്ള ഒരു സ്ത്രീയുടെ മുഖം ആസിഡ് ഒഴിച്ച് കത്തിച്ച നിലയിലായിരുന്നു. ആ മൃതദേഹം കുഴിച്ചുമൂടാൻ എന്നോട് ആവശ്യപ്പെട്ടു. ധർമ്മസ്ഥല പ്രദേശത്ത് വീടില്ലാത്തവരെയും യാചകരെയും കൊലപ്പെടുത്തിയതിന് ഞാൻ സാക്ഷിയായിരുന്നു. നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ എന്നെ നിർബന്ധിച്ചു. അവയിൽ ചിലത് കത്തിക്കേണ്ടിയും വന്നു. 10 വർഷങ്ങൾക്ക് ശേഷം കുറ്റബോധം പേറി ആ തൊഴിലാളി തുറന്നു പറഞ്ഞത് ക്രൂരതയുടെ മുഖമായിരുന്നു. സാക്ഷിയുടെ വെളിപ്പെടുത്തലുകൾക്ക് ശേഷം ധർമ്മസ്ഥലയിലെ സ്ഥലങ്ങളിലെ കുഴിച്ചുള്ള പരിശോധനയിൽ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. 6 അടി താഴ്ചയിൽ കുഴിച്ചെടുത്തപ്പോഴാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. നേത്രാവതിയുടെ സ്നാനഘട്ടത്തിനരികെയുള്ള കാടിന് സമീപത്ത് നിന്ന് നിർണായകമായേക്കാവുന്ന തെളിവുകൾ ലഭിച്ചത്. കണ്ടെത്തിയ അസ്ഥികൂടങ്ങളുടെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ പുറത്തു വരാനിരിക്കുന്നത് ക്രൂരതയുടെ ആൾ രൂപമോ? എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന കാണാതായവരുടെ ഉറ്റവർക്ക് മുന്നിൽ ചുരുളഴിയുന്നത് ചിലപ്പോൾ മനസ്സാക്ഷിയെ നടുക്കുന്ന വെളിപ്പെടുത്തലുകളാവാം.